എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം അകലെയായി ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4 ബെഡ്റൂമിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ലഭിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് നിൽക്കുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടിലായി ടെക്സ്റ്റൈൽ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന തന്നെ ഒരു സ്ഥലത്താണ്. നല്ല സൈലന്റ് ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ നമുക്ക് കാണാം. ചുറ്റുമതിലെല്ലാം മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തും ഗേറ്റ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്നാൽ നേരെ കയറി ചെല്ലുന്നത് കവേഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. അവിടെയെല്ലാം സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്കിഴക്കേ മൂലയിലാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. 3-4 ചെയറിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് അവിടെ കാണാം. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഒരു ഫ്രണ്ട് ഡോറ് നമുക്ക് കാണാം. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് ഹാളിലേക്കാണ്. നമുക്ക് നേരെ ലിവിംഗ് ഹാളിലേക്ക് ചെല്ലാം. ഈ ഭാഗത്താണ് ലിവിംഗ് ഹാൾ വരുന്നത്. നല്ലൊരു ഡബിൾ ഹൈറ്റോട് കൂടി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു ലിവിംഗ് ഹാൾ ഇവിടെ കാണാം. നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിലുള്ള വിൻഡോകൾ നമുക്ക് കാണാൻ കഴിയും. നല്ല സീലിംഗ് വർക്കുകളും ഷാൻഡിലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമാക്കി തന്നെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഭിത്തിയിൽ ഒരു ലക്ഷറി ടെക്സ്റ്റൈൽ വർക്ക് നമുക്ക് കാണാൻ കഴിയും. നല്ല മനോഹരമായ ഒരു ടെക്സ്റ്റൈൽ വർക്ക് തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സൈഡിലായി വിശാലമായ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഫിക്സ്ഡ് ഗ്ലാസ്സോടുകൂടി വരുന്ന വിൻഡോയാണ്. UPVC വച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ നിന്നും താഴത്തേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡബിൾ ഹൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായി ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു TV യൂണിറ്റും കാണാൻ കഴിയും. അത്യാവശ്യം മനോഹരമായി തന്നെയാണ് അതും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഡൈനിങ് ഹാള് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തെല്ലാം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളും മനോഹരമായ ലൂവർ വർക്കുകൾ കൊണ്ടുള്ള സീലിംഗ് വർക്കുകൾ കാണാം. ഇവിടെ LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. 8 സീറ്ററോ 10 സീറ്ററോ ഇടാവുന്ന നല്ലൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. 2 ടേബിൾ പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായി നല്ലൊരു UPVCയിൽ നിർമ്മിച്ചിട്ടുള്ള ടഫൻ ഗ്ലാസ്സോടുകൂടി വരുന്ന ഒരു സ്ലൈഡിംഗ് ഡോറും കൊടുത്തിട്ടുണ്ട്. ഫുൾ CCTV ക്യാമറ കൊടുത്ത് സെക്യൂരിറ്റി രീതിയിലുള്ള സേഫ് ആക്കിയിട്ടുള്ളൊരു വീട് തന്നെയാണ്. അതിൻ്റെ യൂണിറ്റും മോണിറ്ററും ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം. ലെഫ്റ്റ് സൈഡിലായി നല്ലൊരു ക്രോക്കറി ഷെൽഫോട് കൂടി വരുന്ന 2 ഗ്ലാസ് ഡോറുകൾ കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു ഷെൽഫ് കാണാൻ കഴിയും. കൂടാതെ 2 ഹാങ്ങിങ് ലൈറ്റോട് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചണിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ഫാനും വോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ്. കൂടാതെ ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഫ്രിഡ്ജ് വയ്ക്കുന്നത്. ഈ കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് അത് വരുന്നത്. ഇവിടെയും കബോർഡ് വർക്കുകളോടുകൂടി വരുന്ന വർക്ക് ഏരിയ സ്പേസ് ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. നല്ല ബേ വിൻഡോ മോഡലിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സീലിംഗ് വർക്കുകളും 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ വിൻഡോയും പാനലിംഗ് എല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കിയാണ് നിർമ്മാണം. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. ഗ്ലാസ് ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു പാർട്ടീഷൻ കാണാം. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ക്ലോസറ്റും കൊടുത്താണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്.
രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഏകദേശം ഒരു 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 4 പാളിയുടെ വലിപ്പമുള്ളൊരു ജനൽ ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമും നമുക്ക് ഇവിടെ കാണാം. അതിലും ഗ്ലാസ് പാർട്ടീഷനോട് കൂടി വരുന്നതാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് തരം തിരിച്ചാണ് ബാത്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഹോളിലായി നിർമ്മിച്ചിട്ടുള്ള നല്ല ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്റ്റെയർ കേസിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയായി ഇൻവെർട്ടർ വെക്കാവുന്ന ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർമേ നമുക്ക് കാണാം ഗ്രാനൈറ്റ് ആണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിനായി ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെയും നല്ലൊരു ഫിക്സഡ് ഗ്ലാസോട് കൂടി വരുന്ന ഒരു വിൻഡോയും കാണാം. UPVCയോട് കൂടി വരുന്ന ഫിക്സഡ് ഗ്ലാസ് തന്നെയാണ്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോള് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെയാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ളൊരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ട രീതിയിലുള്ള ആ ഒരു ലക്ഷറി ടെക്സ്ചർ വർക്ക് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 ബെഡ്റൂമും ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം മനോഹരമായത് തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാടിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന കുഴിയിൽപ്പടിയിൽ നിൽക്കുന്ന 4.700 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.